പശുക്കടത്ത് നടത്തിയെന്ന് സംശയിക്കുന്നവരെ തെരുവിൽ വെടിവെച്ചിടുമെന്ന വിവാദ പ്രസ്താവനയുമായി കർണാടക മന്ത്രി മംഗൽ വൈദ്യയാണ് വിവാദ പ്രസ്താവന നടത്തിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സിജു സുഗതൻ ചേരുന്നു. സിജു, വടക്കേ ഇന്ത്യയിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും തീവ്ര ഹിന്ദു നേതാക്കളുടെയും ശബ്ദം ദക്ഷിണേന്ത്യയിലും ഉയർന്നു വരികയാണ്, അതും ഒരു കോൺഗ്രസ് നേതാവ്. അതുതന്നെയാണ് ഷമ്മി ഈ വാർത്തയുടെ ഏറ്റവും പ്രസക്തി എന്ന് പറയുന്നതും. കാരണം ഇത് മന്ത്രി മംഗൾ വൈദ്യ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ പോർട്ടിൻ്റെയും ഫിഷറീസിൻ്റെയും ചുമതലയുള്ള മന്ത്രിയാണ്. കഴിഞ്ഞ ദിവസം കാർവാറിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ആണ് മംഗൾ വൈദ്യ ഇത്തരത്തിൽ പറഞ്ഞത്. ഉത്തര കർണാടക ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ് മംഗൾ വൈദ്യ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ അടുത്ത കാലത്തായി കൂടുതൽ ഈ പശുക്കടത്ത് വലിയ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ വഴിയിൽ കണ്ടാൽ വെടിവെച്ചിടാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്, അതായത് പശു എന്ന് പറയുന്നത് ഒരു വിശുദ്ധ മൃഗമാണ്. അത് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. അവരെ വെടിവെച്ചിടാൻ ഞാൻ ഉത്തരവിടുമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ കാലത്തും 1-2 മോദി സർക്കാരിൻ്റെ കാലത്ത് രാജ്യമാകെ പടർന്ന ഒരു അന്തരീക്ഷമുണ്ട്. അത് പശുവിനെ ദിവ്യമൃഗമായി കാണുകയും പട്ടിണി കിടക്കുന്ന മനുഷ്യരെയെല്ലാം ആ മൃഗത്തിനേക്കാൾ താഴെ കാണുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. ആ സംഘപരിവാർ ന്യായമാണ് പശുവിനെ ദിവ്യമൃഗമായി കാണുകയും മനുഷ്യനെ അതിനേക്കാൾ വില കുറഞ്ഞ ആളായി കാണുകയും ചെയ്യുന്ന, പശുക്കടത്ത് നടത്തിയവരെ നിരവധി പേരെ കൊന്ന ഫറൂഖ് ഖാൻ അടക്കമുള്ളവരുടെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ മന്ത്രി തന്നെ പറയുകയാണ് പശുക്കടത്ത് നടത്തിയത്. എങ്ങനെയാണ് പറയുന്നത്? വിശുദ്ധ മൃഗമായ പശുവിനെ കടത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ വെടിവെച്ചിടുക എന്നുള്ളത് തന്നെയാണ്. സംഘപരിവാറിൻ്റെ ന്യായം എന്താണ്? നമുക്കറിയാം, കോൺഗ്രസ് പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള, രാഹുൽ ഗാന്ധി അടക്കമുള്ള ഒരു നേതാക്കളടക്കം എടുത്തിട്ടുള്ള ഹിന്ദുത്വ നിലപാടുകൾ, ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ കടന്നുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ അതിതീവ്ര നിലപാടുകൾ കർണാടകത്തിലും നടപ്പിലാക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കോൺഗ്രസ് മന്ത്രി തന്നെ പറയുകയാണ് അങ്ങനെ ഒരു തീരുമാനം, അതായത് ഈ പ്രദേശത്ത് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ള മേഖലയാണ് ഉത്തര കന്നഡ പ്രദേശ് എന്ന് പറയുന്നത്. അവിടങ്ങളിൽ ഈ അടുത്ത കാലത്തായി വലിയ തരത്തിലുള്ള പശുക്കടത്ത് വരുന്നുണ്ട്. എങ്ങനെ പശുക്കടത്ത് വരുന്നു എന്നുള്ളത് പരിശോധിക്കുന്നതിന് പകരം അവരെ ആ പ്രദേശം ഈ പശു കടത്തുന്നതിൽ സ്വാഭാവികമായിട്ട് തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിന് നിയമപരമായ വഴികളുണ്ട്. ഇവിടെ മന്ത്രി തന്നെ നിയമം കൈയ്യിലെടുക്കാൻ പോലീസിനെ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് പോലെയുള്ള പശുക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതിനുള്ള നിയമ സംവിധാനങ്ങളുണ്ട്, കോടതികളുണ്ട്. അതുവഴിയാണ് ആ സംവിധാനങ്ങളെ നേരിടേണ്ടതും ഇത്തരം പ്രവൃത്തികളെ തടയിടുകയും ചെയ്തത്. പക്ഷേ ഇവിടെ മംഗൾ വൈദ്യ പറയുന്നത് നിയമം കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ് അങ്ങനെ പശുക്കടത്ത് നടത്തുന്നവരെ വെടിവെച്ചിടുക തന്നെ ചെയ്യും, അതിന് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് പറയുമ്പോൾ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്? സംഘപരിവാറിൻ്റെ അതേ ന്യായങ്ങൾ തന്നെ കോൺഗ്രസ് തുടരുന്നു. ഇത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അവിടെ കർണാടകത്തിൽ തന്നെ കോൺഗ്രസ് അധികാരത്തിലെത്തിയ ശേഷം തന്നെ നിരവധി ഇത് സമാനമായ ഈ ഹിന്ദുത്വ നിലപാടുകൾ അടിച്ചേൽപ്പിക്കുന്ന പല നടപടികളും കർണാടക സർക്കാർ കൈക്കൊണ്ടിട്ടുമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായി തന്നെ വേണം ഈ കർണാടക മന്ത്രി മംഗൾ വൈദ്യയുടെ ഈ പ്രസ്താവനയെ വായിച്ചെടുക്കേണ്ടത്. ഷമ്മി, സിജു, ആ ഒരു ബൈറ്റ് എത്തിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് കേട്ടതിന് ശേഷം തിരികെ എത്താം. ನಾನು ಆಗಿಂದಾಗೆ ಎಸ್ ಪಿ ಅವ್ರಿಗೆ ಹೇಳಿದೆ, ಇದು ಬಂದ್ ಆಗಬೇಕು. ಇದು ಯಾವುದೇ ಕಾರಣಕ್ಕೆ ನಡಿಕೂಡ್ದು. ಇದು ಅನ್ಯಾಯ. ಇದು ನಾವು ಪೂಜೆ ಮಾಡುವಂಥದ್ದು, ನಾವು ಭಾಳ ಪ್ರೀತಿಯಿಂದ ಸಾಕುವಂಥ ಪ್ರಾಣಿ. ಹಸುನ ಅದರ ಹಾಲು ಕುಡಿದು ಅಥವಾ ಈಗೂ ಕುಡಿತಾ ಇದ್ದೇವೆ ನಾವು, ಕುಡಿದು ಬೆಳೆದಂಥವ್ರು. ನೇರವಾಗಿ ಹೇಳಿದ್ದೇನೆ ನಾನು ಪೊಲೀಸ್ ಇಲಾಖೆಯವರಿಗೆ, ಯಾರೇ ಇರಲಿ ಅವ್ರ ಮೇಲೆ ಕ್ರಮ ತಗೊಳ್ಳಿ. ಅವರು ಇವರು ಅಂದೇಳಿ ಮುಲೈಜ್ ನೋಡಬೇಡಿ ಅಂದೇಳಿ ಹೇಳಿ ನಾನು ಅವರನ್ನು ಅರೆಸ್ಟ್ ಮಾಡಿಸಿದ್ದೇನೆ. ಅದಕ್ಕೂ ಮುಂದೆ ಹೋಯಿತು. ನಾನು ಯಾಕೆ ಅಂದೇಳಿ ಕೇಳೋದಿಲ್ಲ, ಯಾಕೆ ಅಂದೇಳಿ ಹೇಳೋದಿಲ್ಲ. ಗೋ ಸಾಕುವರ ಪರವಾಗಿ, ಪರವಾಗಿ ಎಲ್ಲೂ ವ್ಯತ್ಯಾಸ ಆಗದಿದ್ದ ಹಾಗೆ ನೋಡ್ಕೊಳ್ಳುವಂಥ ಕೆಲಸವನ್ನು ಮಾಡ್ತೇವೆ. ಯಾರೂ ಭಯಪಡುವಂಥದ್ದಿಲ್ಲ. ಅಂತ ಕೆಟ್ಟ ರಾಜಕಾರಣ ಮಾಡೋದನ್ನು ಬಂದ್ ಮಾಡಿ ನ್ಯಾಯ ಕೊಡಿ. ಯಾರೇ ತಪ್ಪು ಮಾಡಲಿ ಅವ್ರಿಗೆ ಶಿಕ್ಷೆ ಆಗಲೇಬೇಕು. ಅದರಲ್ಲಿ ಮುಲಾಜಿಲ್ಲ. ನಾನಂತೂ ಮುಲಾಜ್ ಮಾಡೋದಿಲ್ಲ, ಇನ್ನು ಇಂಥದ್ದಾಗಲಿಕ್ಕೆ ಬಿಡೋದಿಲ್ಲ. സിജു തുടരുന്നു. സിജു, ഈ വെടിവെച്ചിടണം എന്ന് പറയുന്നതിന് തല്ലിക്കൊല്ലാം എന്നുകൂടി ഒരു വ്യാഖ്യാനം നൽകാം. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പശുക്കടത്ത് നടത്തുന്നവരെയെല്ലാം തല്ലിക്കൊല്ലുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾക്ക് കാണേണ്ടി വന്നു.
സമാനമായൊരു സാഹചര്യം. അതുമാത്രവുമല്ല, ചില കോൺഗ്രസ് MLA-മാർ കൂടി ഇപ്പോൾ ഈ വൈദ്യയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. BJP ഭരിക്കുന്ന കാലത്ത് പശുക്കടത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല, മറിച്ച് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാണ് ചില കോൺഗ്രസ് MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. സിജു. ഷമി, ഇത് നമുക്കറിയാം, ഈ രാജ്യ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലും RSS എടുത്ത നിലപാടാണ്, സംഘപരിവാർ എടുത്ത നിലപാടാണ് പശുവിനെ, ഗോമാതാവിനെ വലിയ പ്രതീകമായി അവതരിപ്പിക്കുകയും അങ്ങനെ ഒരു ഹിന്ദു സമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന നിലപാട്. അങ്ങനെ ആ ഗോവധത്തിൻ്റെയും ആ ഗോമാതാവിൻ്റെ രാഷ്ട്രീയം സമർത്ഥമായി എങ്ങനെ പ്രയോഗിക്കാമെന്ന് കോൺഗ്രസ് കൂടി കാട്ടിത്തരികയാണ്. നേരത്തെ ആ മന്ത്രി പറഞ്ഞു അന്യായലു എന്നാണ് പറഞ്ഞത്. അന്യായമാണ്, ഈ നമ്മൾ പൂജിക്കുന്ന ഈ മൃഗത്തെ ഇങ്ങനെ കൊല്ലുന്നത് അന്യായമാണ്. ഷമ്മി പറഞ്ഞതുപോലെ തന്നെ പോലീസ് വെടിവെച്ചിടുന്നത് മാത്രമല്ല, വഴിയിൽ ആരെങ്കിലും ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയാൽ അവരെ തല്ലുന്നതിനും തടസ്സമില്ല എന്ന് കൂടി ഭംഗിതരേണ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് ക്രമസമാധാന പാലനം, നിയമം കയ്യിലെടുക്കുക, അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുക. പഴയ കോൺഗ്രസ്, അന്നത്തെ BJP എന്ന് പറയുന്നത് പുതിയ BJP പഴയ കോൺഗ്രസ് ആണ്. നിലപാടുകളൊന്നു തന്നെയാണ്, കാഴ്ചപ്പാടുകളൊന്നു തന്നെയാണ്. അവിടെയും തല്ലിക്കൊല്ലുക എന്ന് അവർ പറയുന്നു, കോൺഗ്രസും പറയുന്നു തല്ലിക്കൊല്ലുക എന്ന് പറയുന്നു. വ്യത്യാസമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷമ്മി, പശു കടത്തുന്നവരെ വെടിവെച്ച് കൊല്ലണമെന്ന പ്രസ്താവനയുമായി കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു. സിജുവാണ് വിവരങ്ങൾ നൽകിയത്.